പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രകാരമായിരിക്കുന്നതിൽ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ ചിറയിൽ ജോർജ് അങ്കിളാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്കിൾ തന്നെ പരിചയപ്പെടുത്തുവാനിടയായിത്തീരും. ആകയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ ചിറയിൽ ജോർജ് അങ്കിളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടു കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് അങ്കിളെ. അങ്കിളിനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ അങ്കിൾ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്ത് ചെയ്യുന്നു? ഒന്ന് പറയാമോ? ഞാൻ അമേരിക്കയിൽ വെർജീനിയ സ്റ്റേറ്റില് റിച്ച്മണ്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് 2 മക്കളും ഭാര്യയും 2 കൊച്ചുമക്കളും ഉണ്ട്. ഓക്കെ. നിങ്ങളെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വെർജീനിയയിലെ ഒത്തിരി നല്ല ഓർമ്മകളും അതുപോലെ കേരളത്തിലെ ബാല്യകാല സ്മരണകളും മാതാപിതാക്കന്മാർ സഹോദരങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അങ്കിളിന് പങ്കുവയ്ക്കാനുണ്ടെന്നറിയാം. അങ്കിളിനെ തുടർന്ന് സംസാരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ അക്കരപ്പാടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ കുടുംബം പറഞ്ഞാൽ പഴയ യാക്കോബ പാരമ്പര്യ കുടുംബമാണ്. കുടുംബ പശ്ചാത്തലം പറഞ്ഞാൽ സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടായിരുന്ന ഭവനം. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പഴയ രാജഭരണകാലത്ത് ശ്രീമൂലം പ്രജാസഭയിലെ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ വൈക്കം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. ഇതൊക്കെ എൻ്റെ ഫാദർ പറഞ്ഞുള്ള അറിവാണ്. അപ്പം എൻ്റെ ചെറുപ്രായം മുതൽ സാമ്പത്തികമായി ഉയർന്ന വീടായതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അല്ലലും ഒന്നും അറിയാതെ ഞാൻ വളർന്നു വന്നു. പഠിത്ത കാര്യത്തിൽ അത്ര വലിയ മിടുക്കനൊന്നും അല്ല, എന്നാലും പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അക്കരപ്പാടത്ത് ഗവൺമെൻറ് സ്കൂളുണ്ട്, അവിടെ ആയിരുന്നു. അതിനുശേഷം ഹൈസ്കൂളിലോട്ട് വൈക്കം ഗവൺമെൻറ് ഹൈസ്കൂളിലോട്ട് പോയി. അങ്ങനെ ഹൈസ്കൂൾ ജീവിതം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ പഠിത്തത്തിന് മിടുക്കനല്ലായിരുന്നു. അങ്ങനെ ടെക്നിക്കൽ സ്കൂളിൽ കോട്ടയം വെള്ളൂർ ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ പോവുകയും അവിടെ ലെയ്ത്ത് വർക്ക് പഠിക്കുകയും വെൽഡിങ്ങും ലെയ്ത്ത് വർക്കും പഠിക്കുകയും ചെയ്തു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വയറ്റുവേദന വരികയും അത് രക്തം ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു സാരമില്ല, അപ്പൻഡിസൈറ്റിസ് ആണ്, നമുക്ക് മെഡിസിൻ കൊണ്ട് മാറ്റാം എന്ന് പറഞ്ഞു. എങ്കിലും 2 ദിവസം ഹോസ്പിറ്റലിൽ താമസിച്ചു. വേദന കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. അവസാനം എൻ്റെ ഒരു അങ്കിള് കടന്നു വന്ന് ബലമായിട്ട് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ, അന്ന് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലാണ് ഏറ്റവും പേരുള്ള ഡോക്ടേഴ്സും ഉള്ളത് അവിടെയാണ്. അവിടെ കൊണ്ടുപോയി. രാത്രി സമയത്താണ് കൊണ്ടുപോയത്. ആ സമയത്ത് തന്നെ അവർ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ മെയിൻ സർജൻ പറഞ്ഞു 4 മണിക്കൂർ എങ്കിലും സമയമെടുക്കും എന്ന് എങ്കിലും 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടേഴ്സ് ഇറങ്ങിപ്പോകുന്നതാണ് മറ്റുള്ളവർ കാണുന്നത്. എൻ്റെ പിതാവും ഈ എന്നെ കൊണ്ടുപോയ അങ്കിളും.
അപ്പോൾ അങ്കിള് പെട്ടെന്ന് ഡോക്ടറുടെ വീട്ടിൽ പോയി. എന്താ എന്താ എന്ത് പറ്റി എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആള് രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. അൾസറായിരുന്നു, അത് പഴുത്ത് പൊട്ടുന്നതിന് മുമ്പേ അത് കട്ട് ചെയ്തു. പക്ഷെ എന്നാലും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. മൂത്രം പോവുകയാണെങ്കിൽ വിവരം പറ എന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നു. അതൊക്കെ പിന്നീട് അറിയുന്നത്. ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്പിറ്റലാണ്. അങ്ങനെ ഏതായാലും ദൈവം കൃപ ചെയ്ത് മൂത്രം പോകാൻ തുടങ്ങി. ഡോക്ടർക്ക് സന്തോഷമായി. മരിച്ചു പോകും എന്ന് വിധി എഴുതിയ സ്ഥലത്ത് ദൈവത്തിൻ്റെ കരം അവിടെ പ്രയോഗിച്ചു. ദൈവം എന്നെ അവിടുന്ന് വിടുതൽ തന്നു. ഞാൻ സൗഖ്യത്തോടെ വീട്ടിൽ വന്നു. അങ്ങനെ താമസിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ കുടുംബസ്വത്തായിട്ട് എൻ്റെ ഫാദറിന് 2 അനിയന്മാരുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വീതം കിട്ടിയ ഇവർ 3 പേരും ഭാഗിച്ച് ഇരിക്കുകയാണ്. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനും കൂടെ ആയതുകൊണ്ട് എനിക്ക് സാമ്പത്തികത്തിന് ഒട്ടും ബുദ്ധിമുട്ടില്ല. എന്താവശ്യപ്പെട്ടാലും സാധിച്ചു തരും. നേരിൽ പറയണമെന്നില്ല, അത് അമ്മ വഴി അറിഞ്ഞാലും മതി, സാധിച്ചു തരും. ഇങ്ങനെ കടന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ വിധത്തിലുള്ള ആഡംബര ജീവിതത്തിന് ഞങ്ങൾക്ക് ചുറ്റുപാടുണ്ടായിരുന്നു. കാറ്, മോട്ടോർ ബൈക്ക് എല്ലാം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. ബിസിനസ്സുകൾ ഓരോന്നായി തകരാൻ തുടങ്ങി. കടബാധ്യത കൂടി. അപ്പൊ ഈ കുടുംബസ്വത്തായിട്ട് കിട്ടിയ പ്രോപ്പർട്ടി വിറ്റ് കടം വീട്ടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വാടക വീട്ടിൽ താമസമായി. വൈക്കത്ത് വന്ന് വാടക വീട്ടിൽ താമസമായി. ഈ വാടക വീട്ടിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ ബിസിനസ് പൊട്ടിയ ആ വിഷമവും എല്ലാം കൊണ്ടും ഭയങ്കരമായി മദ്യപാനം തുടങ്ങി. ഭയങ്കര മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര മദ്യപാനം. അപ്പം അതൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി തോന്നി. എനിക്കൊരു അനിയൻ കൂടെ ഉണ്ട്. ഞാനും എൻ്റെ അനിയനും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ആ പിതാവിൻ്റെ ഈ കുടി ഇത് ഒന്ന് മാറിക്കിട്ടാൻ അന്നത്തെ എൻ്റെ വിശ്വാസമനുസരിച്ച് എല്ലാ പള്ളികളിലും അന്ന് അറിയപ്പെടുന്ന പുണ്യസ്ഥലമെന്ന് അറിയപ്പെടുന്ന പള്ളികളിലൊക്കെ പോയി നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു. ഒരു പ്രയോജനവുമില്ല. വീട്ടു വാടക കൊടുക്കണം, വീട്ടു ചെലവ് നടത്തണം, പല പരിപാടികളായി. ഇതെല്ലാം ഞാൻ സ്വയമേറ്റ് പിതാവ് മാറി. അങ്ങനെ ചില ജോലികളൊക്കെ ചെയ്തും LICയുടെ ഏജൻസിയൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാലും എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു വലിയ കാര്യം, ഒരു വശത്ത് കടം, ഒരു വശത്ത് പിതാവിൻ്റെ മദ്യപാനം, ആകെ ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കുടുംബത്തിലുള്ള ബന്ധുക്കളും എല്ലാവരും വലിയ ചുറ്റുപാടും പണക്കാരും ഒക്കെയാണ്. ഞാൻ ഈ ലോകത്ത് നിന്നൊന്നും മാറ്റപ്പെട്ടാൽ ഇവരാരെങ്കിലും സഹായിക്കും. എന്നെ കണ്ടിട്ടായിരിക്കും ഇവരടുക്കാത്തത്. അങ്ങനെ ഞാൻ തീരുമാനിച്ച് വൈക്കത്ത് ബോട്ടിയെട്ടിയുടെ തൊട്ടടുത്താണ് വൈക്കം പാർക്ക്, മുനിസിപ്പൽ പാർക്ക്. ആ പാർക്കിൻ്റെ ഒരു ബെഞ്ചിൽ അങ്ങനെ ഇരിക്കുകയാണ് രാത്രി 11 മണി കഴിഞ്ഞ്. അപ്പം എൻ്റെ ലക്ഷ്യം അതുവഴി വരുന്ന ബോട്ടയിൽ കയറി കായലിൽ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ കായലിൽ ബോട്ടയിൽ നിന്ന് ചാടി മരിക്കണം. അത് ബോട്ടയിൽ നിന്ന് ചാടാൻ എങ്ങനെ ചാടാം
എങ്ങനെ ബോട്ടിൻ്റെ അടിയിലെ ഫാനിൽ ചെന്ന് അടിച്ചു വീഴാം, അതിനുള്ള പ്ലാനൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഫാൻ കറങ്ങുമ്പോൾ ഈ അതിൽ വീണാൽ കഷ്ണങ്ങളായി തെറിച്ച് പൊക്കോളും, പിന്നെ ആരും ഒന്നും അറിയുകയില്ല. ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഒരു ബോട്ട് വന്നു. ആ, രക്ഷപ്പെട്ടല്ലോ, ബോട്ടെ കയറി പോകാം എന്നുള്ള ആലോചനയിലിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ എന്നൊരു ശബ്ദം കേട്ടു. സഹോദര, യേശു വിളിക്കുന്നു. അപ്പോൾ ഈ സഹോദര യേശു വിളിക്കുമെന്ന് പറഞ്ഞയാള് എൻ്റെ അടുത്ത് വന്നു. ഈ പുറകിൽ കൂടെയാ, ഞാൻ ഇരിക്കുന്ന പുറകിൽ കൂടെയാണ് ഈ ആള് വന്ന് എൻ്റെ ഈ ട്രാക്ട് തന്നു. ട്രാക്ട് തന്നപ്പോൾ ഞാൻ ആ ട്രാക്ട് വെള്ളത്തിലോട്ട് എറിയുകയും, ഓ പിശാചേ, മനുഷ്യനെ ചാകാനും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഇടത്ത് കാലുകൊണ്ടൊന്ന് തട്ടി. അങ്ങേരെ അവിടെ വീണു. എന്നോട് പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ ബോട്ട് വിട്ടുപോയി. എൻ്റെ ലക്ഷ്യം തെറ്റി. ബോട്ട് വിട്ടുപോയി. ഞാൻ ഭവനത്തിൽ തിരിച്ചു ചെന്നു. രാവിലെ എനിക്ക് എഴുന്നേക്കാൻ മേല. എൻ്റെ ഇടത്തുവശം നീര് വെച്ചു വല്ലാതെ വേദന ആയി. ഗവൺമെൻറ് ആശുപത്രിയിൽ, അന്ന് വൈക്കത്ത് ഗവൺമെൻറ് ആശുപത്രിയേ ഉള്ളൂ, അവിടെ പോയി. ഡോക്ടർമാർ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അഡ്മിറ്റായി. അതിവേദന കൊണ്ട് കിടക്കാൻ മേല. എനിക്ക് ഭയങ്കര വേദന. അവർ മയക്കുമരുന്ന് കുത്തിവെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 3.5 മാസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടി. ഇങ്ങനെ മയക്കുമരുന്നൊക്കെ കുത്തി കിടക്കുന്ന സമയത്തും ഈ സഹോദരൻ ഏത് വിധത്തിലോ എന്നെ അന്വേഷിച്ച്, അങ്ങേർക്ക് മനസ്സിലായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ കടന്നു വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ, കർത്താവേ, ഈ സഹോദരനെ രക്ഷിക്കണേ, ഈ സഹോദരനെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും, ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഈ സഹോദരൻ ചെയ്ത പാപങ്ങൾ ഒന്നും കണക്കിടരുതേ, സഹോദരന് സൗഖ്യം കൊടുക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് പോവും. ഞാൻ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ചെറിയ മയക്കവും കൊണ്ട് ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനിയും മെഡിസിൻ കുത്താൻ ഒക്കുകയില്ല, ഇതില്ലാതെ ജീവിക്കാൻ മേലാത്ത ഒരു പരിസ്ഥിതി വന്നിരിക്കുകയാണ്, ഇനി അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പിതാവുണ്ട്. പിതാവിനോടാ പറഞ്ഞ ഇനിയും കുത്താൻ ഒക്കുകയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ചട്ട്, കാലിൻ്റെ ഇടത്തുവശത്തെ വേദന കാരണം കാലിനൊരു ചട്ട് ഉണ്ട്, ഇടത്തെ കൈക്ക് സ്വാധീനം പോയി എന്നൊക്കെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഞാൻ അന്നിങ്ങനെ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു ജീവിതം തരുന്നെങ്കിൽ പരാശ്രയമില്ലാതെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ അവിടുന്നാണല്ലോ എൻ്റെ ജീവൻ തന്നത്, അവിടുന്ന് തന്നെ തിരിച്ച് ജീവൻ എടുത്തു, എനിക്ക് ഒരു പരാതിയില്ല. അങ്ങനെ കിടന്നു. രാത്രിയിൽ ബെഡിൽ കിടന്ന് ചെറുതായിട്ട് മയങ്ങി കിടക്കുമ്പോൾ മുറിക്കകത്ത് ആരോ കടന്നു വരുന്നതായിട്ട് തോന്നി. കടന്നു വന്ന് എൻ്റെ ദേഹത്ത് തട്ടി എന്നെ വിളിക്കുക. എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, എന്നിൽ വിശ്വസിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു. കണ്ണ് പതുക്കെ ചിമ്മി തുറന്നപ്പോൾ ഒരു ഭയങ്കര പ്രകാശമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വിഷമിക്കുന്നത് കണ്ട് എന്നെ ഒരു കരം
എഴുന്നേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എഴുന്നേറ്റു, സുഖമായിട്ട് കൈയും കാലും കുടഞ്ഞു, ഒരു വേദനയില്ല, ഒന്നുമില്ല. വീണ്ടും ഈ ശബ്ദവും ഇല്ല, ഈ മുറിക്കകത്ത് വെട്ടവും ഇല്ല, ഒന്നുമില്ല. ഞാൻ വീണ്ടും കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഓർത്തു, ഈ ദൈവദാസന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഈ പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് ഇവരോട് സമീപിക്കേണ്ടത്, ഇവരെവിടെയാണ് ഉള്ളത്? അപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വൈക്കത്തിനപ്പുറം തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പെന്തിക്കോസ് ആലയം കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം, അവിടെ പെന്തിക്കോസുകാർ കൂടുതലുണ്ട്, അവിടെ പോകാൻ എന്തോ ഒരു മാർഗം. അങ്ങനെ കിടന്ന് മയങ്ങിപ്പോയി. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ളത്, തലയോലപ്പറമ്പിൽ എനിക്കൊരു വീട് വാടകയ്ക്ക് കിട്ടിയാൽ അവിടെ പോയി താമസിക്കാം. പക്ഷെ പെട്ടെന്ന് എന്ന് ചോദിച്ചാൽ ആരും വീട് തരികയില്ല. കാരണം ഗവൺമെൻറ് ജോലിക്കാർക്ക് പോലും വീട് വിശ്വസിച്ച് കൊടുക്കുകയില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു വരുമാനമില്ലാത്ത ആളിന് എങ്ങനെ വീട് കൊടുക്കും? അങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ ഒരു ദർശനം, ഏതാണ്ട് നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോഴത്തേക്ക്, രാവിലെ 9 മണിക്ക് ഇവിടെ ഒരു സഹോദരി കടന്നു വരും. ആ സഹോദരിയുടെ അടയാളം കറുത്ത ഫ്രെയിം കണ്ണാടി, കറുത്ത ബാഗ്, വെള്ള സാരി, വെള്ള ബ്ലൗസ്, കയ്യിലെ വാച്ച്, വെള്ള സ്ട്രാപ്പ്, കാലെ കിടക്കുന്ന ചെരുപ്പ് നീല വള്ളിയുള്ള റബ്ബർ ചെരുപ്പ്. ഈ വരുന്ന സഹോദരിയോട് നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഈ സഹോദരി സാധിച്ചു തരും എന്നാണ് കേട്ടത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഡോക്ടർമാർ വന്നു. അവർ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ, തലേ ദിവസം ചട്ടി നടന്ന ഞാൻ, കാലിന് ഒരു കുഴപ്പവുമില്ല, കൈക്ക് യാതൊരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം. ഇതെങ്ങനെ സാധിച്ചു? എന്ത് സാധിച്ചു? ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് സൗഖ്യം തന്നു, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പോട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഒരു ദിവസം കൂടെ നോക്കണ്ടേ? ഇല്ല, ഒരു ദിവസവും ഇല്ല, ഇനിയും എല്ലാം അവിടുത്തെ എനിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അവിടുന്ന് എന്നെ കാത്തോളൂ. അങ്ങനെ ഈ ഇരിക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ രാവിലെ കറക്റ്റ് 9 മണിയായപ്പോൾ ഈ സഹോദരി കടന്നു വന്നു. അപ്പം എന്നെ വീട്ടിൽ വിളിക്കുന്നത് പാപ്പച്ചൻ എന്നാണ്. ഈ സഹോദരി കടന്നു വന്ന് മുറിക്കകത്ത് കയറിയച്ച് ചോദിച്ചു, ആരാ പാപ്പച്ചൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഈ കിടക്കുന്നയാളാണെന്ന് പറഞ്ഞു. എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ആദ്യം പറഞ്ഞത്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഈ വന്ന സഹോദരിയെ അടിമുടി നോക്കുകയാണ്, ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടോ, ഈ അടയാളങ്ങളുണ്ടോ ഈ ആളിന്. അപ്പൊ അവരെന്നോട് ചോദിക്കുന്നത്, എന്താ ആളെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ എന്നെ അടിമുടി നോക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തെളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്നറിയാനാണ് നോക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്നോട് എന്നതാ പറയാനുള്ളത്? എന്താ ഞാൻ സാധിച്ചു തരേണ്ടത്? തലയോലപ്പറമ്പിൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ, അത് ഞാൻ സാധിച്ചു തരാം. അപ്പൊ എൻ്റെ പിതാവ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. വല്ലയിടത്തും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ? അപ്പൊ അവർ പറയുന്നു, അവരെന്നും 4 മണിക്ക്, വെളുപ്പിനെ 4 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്, വൈക്കം ഗവൺമെൻറ് ആശുപത്രി 13-ാം നമ്പർ മുറിയിൽ ഇങ്ങനെ ഈ പേര് ഉള്ള ഒരാൾ കിടപ്പുണ്ട്,
ആളിനെ പോയി കണ്ട് ആൾ പറയുന്ന ആവശ്യം സാധിച്ചു കൊടുക്കുക. ഇവര് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ഈ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ്, പക്ഷേ 2 മാസമായിട്ട് അവർ അവധിയായിരുന്നു. അവർ ആദ്യമായിട്ട് അവധി കഴിഞ്ഞ് വന്നതാണ്. ഏതായാലും തലയോലപ്പറമ്പിൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടി, സന്തോഷമായി. ഈ സഹോദരി വീട്ടിൽ വരും, എൻ്റെ മാതാവിനെ കണ്ട് വർത്തമാനം പറയും, പ്രാർത്ഥിക്കും. അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും കാര്യങ്ങളെല്ലാം. അപ്പൊ കുറച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരി എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത് എബനൈസർ ബൈബിൾ സ്കൂൾ ഉണ്ട്, അതെ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ബോർഡ് കണ്ടിട്ടുണ്ട്. അവിടെ പോണം. അവിടെ പോയാൽ അവിടുത്തെ പാസ്റ്റർമാർ, അവിടെ പഠിപ്പിക്കാൻ വരുന്ന പാസ്റ്റർമാർ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ദിവസവും ക്ലാസ് ഉണ്ടെങ്കിൽ ഇവരവിടെ താമസിക്കും. അന്ന് ഒരു പോവുകയില്ല, ദൂരെ നിന്നൊക്കെ വരുന്നവർ. ഇത് കോട്ടയത്തുള്ള ഒരു പാസ്റ്ററാണ് ഇതിൻ്റെ സ്ഥാപകൻ. അങ്ങനെ ഞാൻ ആ ബൈബിൾ സ്കൂളിൽ പോവുകയും ഈ ദൈവദാസന്മാർ കൂടുതലുമായിട്ട് അവരെയൊക്കെ ആയിട്ട് പരിചയപ്പെടുകയും എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പാസ്റ്റർമാർ ചോദിച്ചു എന്തൊക്കെയാ. അപ്പോൾ പിതാവിൻ്റെ മദ്യപാനം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ലല്ലോ. നമ്മൾ ബിംബത്തെ അല്ല വിളിക്കുന്നത്, നമ്മൾ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെയാണ് വിളിക്കുന്നത്. ആ ദൈവത്തിന് ഇത് കഴിയും, ഇതെല്ലാം മാറ്റിത്തരാൻ കഴിയും. അങ്ങനെ ഞാൻ എന്നും രാത്രിയിൽ ഇവരുടെ പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഇവരുടെ അടുത്ത് ചെല്ലുകയും പ്രാർത്ഥിക്കുകയും അവരുടെ അതിൻ്റെ സ്ഥാപകനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്തുകാരനാണെന്ന്, VM ചാക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുത്തു. അപ്പം മിക്കവാറും അദ്ദേഹം അവിടെ താമസമുണ്ട്. അപ്പം രാത്രിയിലൊക്കെ അവിടെ ചെന്നിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. എപ്പോഴും എനിക്കൊരു ധൈര്യമായ ഒരു ഉപദേശമാണ് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ മദ്യപാനം കൂടിക്കൂടി വന്നു. അപ്പോൾ ഈ ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, അതിൽ ഒരാൾ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സാത്താൻ്റെ പരീക്ഷണങ്ങൾ കാണും, അതൊന്നും കണ്ട് പേടിക്കരുത് കേട്ടോ, വിഷമിക്കരുത്, അതൊക്കെ മാറിക്കോളും. പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ നല്ല പോലെ കുടിച്ചേച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, പാസ്റ്റർമാർ പറഞ്ഞ പോലെ തന്നെ സാത്താൻ്റെ പ്രയോഗം ഇത് അടിച്ചിടാൻ അവർ സാത്താൻ നോക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ, ഞാൻ രാത്രിയിൽ വിഷമിച്ചാണ് കിടന്നത്, രാവിലെ എഴുന്നേറ്റേച്ച് പറയുന്നു, ഇവിടെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തോ? ഇനി മേലെ ഞാൻ കുടിക്കുകയില്ല. അപ്പോൾ കുടി തന്നെയല്ല, ചെയിൻ സ്മോക്കറും കൂടെയായിരുന്നു. കുടിക്കുകയില്ല, വലിക്കുകയില്ല, ഇതെല്ലാം നിർത്തി. അപ്പൊ തമാശനായിട്ട് ഞാൻ ചോദിച്ചു, എത്ര ദിവസത്തേക്കാ? ആ ദിവസം കൂടെ പറയാവോ? ഇല്ല, മേലാൽ കുടിക്കുകയില്ല. അന്ന് മുതൽ ഞാൻ നോക്കി, കുടിക്കുകയില്ല, വലിക്കുകയില്ല, പഴയ കൂട്ടുകെട്ടിലൊന്നും അവരാരെങ്കിലും വന്നാൽ പോലും നേരെ ചെല്ലുകയില്ല. അപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അതിൽ നിന്നും വിടുവിച്ചു. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ ദൈവദാസന്മാർ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ രക്ഷിക്കപ്പെട്ടു, സ്നാനം. അപ്പോൾ സ്നാനപ്പെട്ടാൽ എന്താണ്, എന്ത് ഗുണം, ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എതിര് പറയാതെ ഞാൻ സ്നാനപ്പെടാമെന്ന് തീരുമാനിച്ചു. അവരോട് വാക്ക് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാം.
ഒരു അല്പസമയം തരണം. സമയമൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ബന്ധുക്കളെല്ലാവരും എതിരായിരുന്നു. അവസാനം എൻ്റെ പിതാവ് വരെ എതിരായിരുന്നു. ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച്, സ്നാനപ്പെട്ടാൽ നിനക്ക് എന്ത് കിട്ടും? അപ്പൊ ഈ ബന്ധുക്കൾക്കൊക്കെ ഒരു വലിയ കുറച്ചില്, നല്ലൊരു പെണ്ണിനെ കിട്ടുകയില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, നല്ലൊരു പെണ്ണിനെ കിട്ടുകയില്ല, വല്ല പുതുക്രിസ്ത്യാനികളായിരിക്കും എന്നൊക്കെയാണ് ഒരു തീരുമാനിച്ചത്. അവസാനം ഏതായാലും സ്നാനപ്പെടുക. ഞാൻ എന്ന് പിതാവിനോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുക. അത്ര ഇഷ്ടമല്ലാത്ത വിധത്തിൽ എനിക്കിട്ട് ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ മുങ്ങി പൊങ്ങുമ്പോൾ എൻ്റെ കയ്യെ പിടിക്കാൻ ഇവിടെ വരണമെന്ന്. വരുമെന്നോ വരികയെന്നോ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവദാസൻ എന്നെ മുക്കി. ഞാൻ പൊങ്ങിയപ്പോൾ കൈ നീട്ടിയപ്പോൾ കയ്യെ പിടിച്ച് എന്നെ കയറ്റി. കയ്യെ പിടിച്ച് കയറ്റി. സന്തോഷം. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടാൽ എന്ത് കിട്ടുമെന്ന് എൻ്റെ ബന്ധുമിത്രാദികൾ ചോദിച്ചതിന്, ദൈവമേ, ഇവരുടെ മുമ്പിൽ നാണം കെടാൻ ഇടയാകരുത്, അതിനുള്ള വഴി എനിക്ക് കാണിച്ചു തരണമേ. ഈ പാസ്റ്റർ വി.എൻ. ചാക്കോ ഈ അമേരിക്കയിൽ പഠിച്ചതാണ്. അദ്ദേഹം അമേരിക്കയെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വൈഫുമായിട്ട് കണ്ടു. വിവരങ്ങളൊക്കെ തിരക്കി എല്ലാം മനസ്സിലാക്കി വെച്ച് അങ്ങേര് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചും പറഞ്ഞു. ആദ്യം എൻ്റെ പിതാവിനോട് പറഞ്ഞു, അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചാക്കോച്ചായ വല്ലതും നടക്കുന്ന കാര്യം പറഞ്ഞു. എനിക്കാണ് ഒത്തിരി എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങേരും ചിരിച്ചു. ഞാൻ പറഞ്ഞു, എസ്റ്റേറ്റോ? ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഉള്ളത്. മേലോട്ട് നോക്കിയ ആകാശവും കീഴോട്ട് നോക്കിയ ഭൂമി, ഇതാണ് എനിക്കുള്ള എസ്റ്റേറ്റ്. സ്വന്തമായി ശരിയായ സ്ഥിര വരുമാനം ഇല്ല. അങ്ങനെയുള്ള ആള് വാടക വീട്ടിൽ താമസിക്കുന്നു. ഇങ്ങനെയുള്ള ആളിനെ അമേരിക്കയിലെ ഒരു നേഴ്സിനെ കല്യാണം കഴിക്കാൻ എന്താ യോഗ്യത? അപ്പോ നേരെ എന്നോട് പറഞ്ഞു, അപ്പച്ച, ഇതുവരെയുള്ളതെല്ലാം മാറി ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ആ പെണ്ണ് ഇന്ന ദിവസം വരും, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോണം, വരും, കല്യാണം കഴിക്കുക, അമേരിക്കയ്ക്ക് പോവുക, രക്ഷപ്പെടുക. ഇത് ദൈവം കൊണ്ടുവരുന്ന ഒരു മാർഗമാണ്, അല്ലാതെ ഞാൻ കൊണ്ടുവന്നതല്ല. അങ്ങനെ കല്യാണം നടന്നു. അപ്പൊ എനിക്ക് കൂടുതൽ ഇതായി. എൻ്റെ ആൾക്കാരോട്, കണ്ടോ, എനിക്ക് ഞാൻ സ്നാനപ്പെട്ട എന്നാ കിട്ടുമെന്ന് ചോദിച്ചവർക്ക് കിട്ടി എന്ന് കാണിക്കാൻ ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞു, അമേരിക്കയിൽ വന്നു, റിച്ച്മണ്ടിൽ താമസിക്കുന്നു. ഇവിടെ വന്നിട്ടും ദൈവം ഒരു വലിയ അത്ഭുതം വീണ്ടും ചെയ്തു. ഞങ്ങളുടെ മോഹൻ ഉണ്ടാകുന്ന സമയത്ത്, അവനെ 8ാം മാസത്തിൽ ഉണ്ടായി. 7ാം മാസം ആയപ്പോൾ വൈഫിന് ഹോസ്പിറ്റലിൽ ബെഡ് റെസ്റ്റ് ആവശ്യമായി വന്നു. 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ കിടന്ന് അവിടെ വെച്ച് 8ാം മാസത്തിൽ ഈ മോനുണ്ടാകുന്നത്. അത് അല്പം ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. ഒന്നുകിൽ കൊച്ചിനെ കിട്ടുകയില്ല, ഇതൊക്കെ കേട്ടു. അന്നും ഇതുപോലെ വിഷമിച്ച് പ്രാർത്ഥിച്ചു.
പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച ഒരു കാര്യമാണ്. ദൈവം ഒരു മനുഷ്യർക്ക് ചെയ്യുന്നത് ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും മനസ്സിലോട്ട് തോന്നിയിട്ടുമില്ല. ആരോഗ്യവാനായ ഒരു പൈതലിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അതും ദൈവം ചെയ്ത അത്ഭുതത്തിൽ ഒന്നാണ്. ഇതെല്ലാം കിട്ടിയത് എൻ്റെ വിശ്വാസവും എല്ലാമാണെന്ന് ഊന്നി പറയാതിരിക്കാൻ ഒക്കുകയില്ല. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പലതുണ്ട്. ഇങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ടിപ്പോൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല. ജോലിയിൽ നിന്നൊക്കെ പിരിഞ്ഞ് 2014 ജോലിയിൽ നിന്ന് പിരിഞ്ഞ് ഒരു ചെറിയ പ്രയർ ലൈൻ തുടങ്ങി. ആദ്യം തുടങ്ങിയപ്പോൾ ഫോൺ ലൈനായിരുന്നു. അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ദൈവവചനം പറഞ്ഞ് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ ഓരോ പാസ്റ്റർമാരെ, അതും ദൈവം ഒരുക്കി തന്ന ഓരോ പാസ്റ്റർമാരെ, ഗുജറാത്തിലും പ്രയർ ഉണ്ടായിരുന്നു, അത് നിന്നുപോയതാണ്. അത് കഴിഞ്ഞ് അത് സൂം മീറ്റിംഗ് ആയി. ഇപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നു. വെർജീനിയ പ്രയർ ലൈൻ എന്നാണ് അതിൻ്റെ പേര്. ഇതുവരെ ദൈവം നടത്തിയ അത്ഭുതമായിട്ട് ദൈവം നടത്തിയതേ ഉള്ളൂ. എൻ്റെ കഴിവുകൊണ്ട് യാതൊന്നും നേടിയിട്ടില്ല. ഈ പ്രയർ ഇങ്ങനെ നടന്നു പോകുന്നതും ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമാണ്. ഓക്കെ ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ജോർജ് അങ്കിളിന്റെ ജീവിതത്തില് ദൈവത്തെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതായ ആ നല്ല അനുഭവങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വളർന്ന് നല്ല വിദ്യാഭ്യാസം ഒന്നും ആ കാലയളവിൽ വേണ്ടതുപോലെ ലഭിച്ചില്ല എങ്കിൽ പോലും അത്യാവശ്യ വിദ്യാഭ്യാസം ലഭിച്ച് ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം ആരംഭിക്കുവാൻ ഇടയായി തീർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ കാലഘട്ടത്തില് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും ജീവിതത്തില് പെട്ടെന്നുണ്ടായതായ ആ രോഗം വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുവാനും സർജറിക്ക് വിധേയപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ പിന്നത്തേതില് അത്ഭുതകരമായ സൗഖ്യം ആ രോഗത്തിൽ നിന്ന് ലഭിക്കുകയും പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്നതും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ പൈതലായി തീരുവാനും തുടർന്ന് അതിന് ശേഷമുള്ളതായ കാലയളവിൽ ഒരു വിവാഹ ജീവിതം ദൈവം കൊണ്ടുവരികയും അങ്ങനെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുവാനും ഇടയായി തീർന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോർജ് അങ്കിളിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മിനിസ്ട്രിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ ഒക്കെ പങ്കുവയ്ക്കുന്നതിനുള്ളതായ ഒരു വേദിയാണ് അരോമ ടി വി എന്നുള്ള കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ജോർജ് അങ്കിള് അരോമ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സിദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അരോമ ടി വി ടെസ്റ്റിമണി പ്രോഗ്രാമിൽ എനിക്കും പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിന് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് കൈത്താങ്ങുകൾ കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതിൽ കേൾക്കുന്ന ടെസ്റ്റിമണികൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ.
കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ അനേകായിരങ്ങൾ ദൈവത്തിൽ ചേർക്കപ്പെടുവാൻ ഇടയാകട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ ആമേൻ. വളരെ നന്ദി പ്രിയ ചിറയിൽ ജോർജ്. ഞങ്ങൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവ സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്താൻ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വാട്സാപ്പിൽ നിങ്ങൾക്ക് ഏത് സമയവും മെസ്സേജുകൾ അയക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com